So, very good morning, everyone. So, business research methods. ഈ ബിസിനസ് റിസർച്ച് മെത്തേഡ് എന്നുള്ള ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഇന്നലെ സിലബസ് കവർ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിസർച്ച് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പറ്റിയാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നതെന്ന്. ഇനി റിസർച്ച് എന്ന് പറയുന്നൊരു വേർഡ് നമുക്കാർക്കും ഒട്ടും ഫെമിലിയർ അല്ലാത്തൊരു വേർഡല്ല. നമ്മളെല്ലായ്പ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് നമ്മൾ 21ാം നൂറ്റാണ്ട്, അതായത് 21st സെഞ്ച്വറിയിലാണ് നിൽക്കുന്നത്. സോ വി നോ ഏതൊക്കെ രീതിയിലുള്ള എവല്യൂഷൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഏറ്റവും പ്രിമിറ്റീവ് സ്റ്റേജിൽ നിന്ന് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങൾ, ഏറ്റവും അത്യാധുനിക സാഹചര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? ഇതെല്ലാം ഉണ്ടായത് ഒട്ടേറെ മഹാന്മാരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ ഒരുപാട് ദിവസത്തെ അല്ലെങ്കിൽ ഒരുപാട് സമയത്തെ എഫേർട്ട് കൊണ്ടാണ്. റൈറ്റ്. ഇവിടെ അവരെന്താണ് ചെയ്തിരുന്നത്? ദേ ഹാഡ് എ ക്യൂരിയോസിറ്റി. അവർ എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റി they were really curious to know what is behind that. Suppose sun rises in the east, നമ്മൾ സാധാരണ പറയാറുണ്ട്. സോ അത് എന്തുകൊണ്ട് സൂര്യൻ കിഴക്കുദിക്കുന്നു? ഇപ്പം നമുക്കതിൻ്റെ എക്സാക്റ്റ് സയൻറ്റിഫിക് റീസൺ നമ്മുടെ കയ്യിലുണ്ട്. എന്തുകൊണ്ടാണ് സൂര്യൻ കിഴക്കുദിക്കുന്നത്, അസ്തമിക്കുന്നത് പടിഞ്ഞാറാണെന്നത്? ബിക്കോസ് എന്തുകൊണ്ടാണ് സൂര്യൻ ഭ്രമണം ചെയ്യുന്നത് വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലോട്ടാണ്. സോ ദാറ്റ്സ് വൈ നമുക്ക് തോന്നുന്നത് സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു എന്നുള്ളത് ആൻഡ് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അതുപോലെ ലോകത്ത് ഒട്ടനവധി കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുണ്ട്. ഇതെല്ലാം എന്താണ്? എന്തെങ്കിലും ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് എന്തുകൊണ്ട്, വൈ എന്നുള്ളൊരു ചോദ്യം എല്ലായ്പ്പോഴും നമ്മുടെ മനുഷ്യരുടെ മനസ്സിലുണ്ടായിരുന്നു. സോ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ലബോറിയസ് ആയിട്ടുള്ളൊരു എഫേർട്ട്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു എഫേർട്ടാണ് ഇന്ന് നമ്മൾ ഈ 21st സെഞ്ച്വറിയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ. സോ ഏതൊരു കണ്ടുപിടുത്തത്തിൻ്റെ പുറകിലും വളരെ വലിയൊരു എഫേർട്ടുണ്ട്. ആ ഒരു എഫേർട്ടിലേക്ക് അവരെ എത്തിക്കുന്നത് ഓരോരുത്തരുടെയും എന്തൂസിയാസമാണ്, അവരുടെ ക്യൂരിയോസിറ്റിയാണ്. സോ അതിനെല്ലാം നമ്മൾ തീർച്ചയായിട്ടും നന്ദി പറയേണ്ടിയിരിക്കുന്നു. റൈറ്റ്. സോ മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാൽ ദ ഹ്യൂമൻ സൊസൈറ്റി, ജനറലി സ്പീക്കിംഗ് നമുക്ക് പറയാം, is always eager to find out the answers for questions arising from their inner mind. അതാണ് ഞാൻ പറഞ്ഞ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞത്. മനുഷ്യരെല്ലായ്പ്പോഴും
അവരുടെ മനസ്സിനോട് തന്നെ പലപ്പോഴും പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ വൈ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ എല്ലായ്പ്പോഴും നമ്മൾ ടീച്ചേഴ്സ് പറയാറുണ്ട്. എന്തൊരു കാര്യം നമ്മൾ കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിലും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം. അത് എല്ലാ കാലത്തും എല്ലാ മനുഷ്യരിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒറ്റ വ്യത്യാസം എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും ഇൻട്രസ്റ്റുകൾ ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളത് മാത്രമാണ്. ചിലപ്പം ചിലരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടെക്നോളജി ആയിരിക്കും, ചിലരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫുഡായിരിക്കും, ചിലരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽസ് ആയിരിക്കും, ചിലരുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പം ആർട്ടായിരിക്കും, ചിലരുടെ സ്പോർട്സ് ആയിരിക്കും. ബട്ട് എനിവേ എല്ലാവർക്കും ഏതെങ്കിലും രീതിയിലുള്ള ഇൻട്രസ്റ്റ് എല്ലായ്പ്പോഴും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ദിവസവും ആ ഒരു പർട്ടിക്കുലർ ഫീൽഡിലെങ്കിലും അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ മേഖലയിലെങ്കിലും എല്ലാ മനുഷ്യരും എന്തെങ്കിലുമൊക്കെ പുതിയ അറിവ് നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ഒരു ക്യൂരിയോസിറ്റിയാണ്. ആ ഒരു പർട്ടിക്കുലർ മേഖലയോടുള്ള ഇഷ്ടമാണ്. എന്തെല്ലാം സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അത് പിന്നീട് ഒരു എൻതൂസിയാസമായി മാറുന്നു. സോ ദാറ്റ്സ് വൈ ഓൾ ദീസ് തിങ്സ് ആർ ഹാപ്പനിങ്, റൈറ്റ്? സോ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ആ ഡേയ്സിൽ നിന്ന് തന്നെ ഏറ്റവും ആൻഷ്യൻ്റ് ആയിട്ടുള്ള നമ്മുടെ ആൻസിസ്റ്റേഴ്സ്, അതായത് നമ്മുടെ പൂർവികന്മാർ, അവരിങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന എല്ലാ ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളും ഇന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു, റൈറ്റ്? സോ എല്ലായ്പ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ബേസിക്കലി റിസർച്ച് എന്ന് പറയുന്നത് എന്താണ്? റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് ഇറ്റ്സ് എ സെർച്ച് ഫോർ നോളജ് എന്നാണ്, റൈറ്റ്? ഇൻ കോമൺ പാർലൻസ് റിസർച്ച് റെഫേഴ്സ് ടു സെർച്ച് ഫോർ നോളജ് എന്നാണ് നമ്മൾ സാധാരണ പറയാറ്. അതായത് അറിയാനുള്ള തീവ്രമായിട്ടുള്ളൊരു ശ്രമം എന്ന് വേണമെങ്കിൽ എന്തിനെ പറയാം? റിസർച്ചിനെ പറയാം. അതല്ലെങ്കിൽ it is a scientific and systematic search for pertinent information on a specific topic. ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി ആധികാരികമായി അറിയാനുള്ള ഒരു ശ്രമം. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കണം? അത് കണ്ടിന്യൂസ് ആയിരിക്കണം എന്നുള്ളതാണ്, റൈറ്റ്? അതുപോലെ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നോളജ് കിട്ടുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. സോ സിംപ്ലി എന്ന് പറയാൻ ഇറ്റ് ഇസ് എ സിസ്റ്റമാറ്റിക് സെർച്ച് ഫോർ നോളജ്, സിംപ്ലി. ഓക്കെ, അപ്പം ഇതാണ് റിസർച്ച് എന്ന് പറയുന്നതിന് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് പറയാനുള്ളത്. സോ ബിസിനസ് റിസർച്ച് മെത്തേഡ് നമ്മൾ ഒഫീഷ്യലി എൻ്റർ ചെയ്യാണ്. ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് റിസർച്ച്. Research is a systematic study to find new knowledge or using existing facts to develop new knowledge. It simply means searching for knowledge. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ നമ്മൾ ഏതൊരു സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിലും അതിലെ മെയിൻ ടോപ്പിക്സ്, അതിൻ്റെ ഒരു ഡെഫിനിഷൻ കൃത്യമായിട്ട് എപ്പോഴും പഠിക്കുന്നത് നല്ലതായിരിക്കും. അത് കാണാതെ പഠിക്കണം എന്നുള്ളതല്ല, ബട്ട് നിങ്ങൾ അത് മനസ്സിലാക്കുക, കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം
നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ ഏറ്റവും നിങ്ങളെ കൺവിൻസ് ചെയ്യിക്കുന്ന രീതിയിൽ ഡിഫൈൻ ചെയ്യാം. പക്ഷെ അത് പറയുന്ന ആൾക്ക് മനസ്സിലാവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ എപ്പോഴും പഠിക്കുന്നത് നല്ലതാണ്, എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും. ഇപ്പം റിസർച്ച് എന്താണ് എന്ന് 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ വ്യക്തമായിട്ട് 2 സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ മാർക്ക് കിട്ടും. സിസ്റ്റമാറ്റിക് സെർച്ച് ഫോർ നോളജ് എന്നോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് സെർച്ച് ഫോർ നോളജ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്ക് കിട്ടും. അതിന് പകരം നമ്മൾ 2-3 പാരഗ്രാഫ് ഇതിനെ പറ്റി എഴുതി വയ്ക്കുന്നതിൽ അർത്ഥമില്ല. എഴുതി വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല, ബട്ട് 2 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. സോ ആ എക്സാക്ട് ഡെഫിനിഷൻ എഴുതി കഴിഞ്ഞാൽ അത് ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾ ഇംപ്രസ്ഡ് ആയിരിക്കും. സോ നമുക്ക് ആ മാർക്ക് കിട്ടുമെന്നുള്ളതാണ്. സോ എല്ലാ ടോപ്പിക്സും എല്ലാ കൺസെപ്റ്റ്സും ഇങ്ങനെ തന്നെയാണ്. ജസ്റ്റ് ഒരു ഡെഫിനിഷൻ, ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ എപ്പോഴും പഠിക്കുന്നത് വളരെ നല്ലതാണ്. സോ റിസർച്ച് it is a systematic study to find new knowledge or using existing facts to develop new knowledge. അപ്പോൾ റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്. സിസ്റ്റമാറ്റിക് എന്ന് പറയുന്ന വേർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ചെയ്യുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ ആ പ്രോസസ്സ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അത് സർട്ടൺ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ സർട്ടൺ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം എല്ലായ്പ്പോഴും. എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതല്ല. അതാണ് ഞാൻ പറഞ്ഞത് കണ്ടിന്യൂസ് ആവണം എന്ന് പറയും. ഇപ്പം നമ്മൾ സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്ന് പറയാറുണ്ട്. അതായത് ഇപ്പം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ടുള്ള മാർഗം എന്താണ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും ടീച്ചേഴ്സ് പറയും സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡെയിലി ക്ലാസ്സിൽ എടുക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ വീട്ടിൽ പോയി പഠിക്കുക, എന്തെങ്കിലും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്കുകൾ ചെയ്യുക. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഡെയിലി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട വർക്കുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കെന്തില്ല, വർക്ക് ലോഡില്ല. സോ അന്നെടുത്ത കാര്യം നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാവുന്നു, നമ്മളത് ഡെയിലി ചെയ്യുന്നു, ഹോംവർക്ക്സ് എന്തൊക്കെയാണോ ചെയ്യുന്നു, ജസ്റ്റ് അത് അതിലൂടെ പോകുന്നു. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഒരു ഡെയിലി ബേസിസിൽ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് വർക്ക് ലോഡില്ല. സോ ഇതെന്താണ്, ഒരു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്. ടിൽ ദി എൻഡ് ഓഫ് യുവർ എക്സാമിനേഷൻ നിങ്ങളിതൊരു ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു ബേർഡൻ വരില്ല എന്ന് മാത്രമല്ല, യു ക്യാൻ എക്സൽ ഇൻ യുവർ എക്സാം. സോ ദിസ് ഇസ് സിസ്റ്റമാറ്റിക് സ്റ്റഡി. സോ അതുപോലെ തന്നെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കൊരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ ഒരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു ലേൺ സംതിങ് എന്നുള്ള മോട്ടീവ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന സർട്ടൺ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതെന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, സിസ്റ്റമാറ്റിക് ആയിരിക്കണം എന്നതാണ്. എന്നാൽ മാത്രമാണ് എന്തുള്ളൂ, ആ ഒരു ഇൻറ്റൻറ്റഡ് റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ ആ എഫേർട്ട് എന്തായും വേസ്റ്റ് ആയി പോകും. സോ അതർവൈസ് അതിനെ റിസർച്ച് എന്ന് പറയില്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് സ്റ്റഡി ടു ഫൈൻഡ് ന്യൂ നോളജ് ഓർ യൂസിങ് എക്സിസ്റ്റിംഗ് ഫാക്ട് ടു ഡെവലപ്പ് ന്യൂ നോളജ്. അതല്ലെങ്കിൽ ഓൾറെഡി എക്സ്പ്ലോർ ചെയ്യപ്പെട്ട ഒരു മേഖലയായിരിക്കും. അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അതിൽ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. ഇപ്പം നമ്മൾ സ്പേസ് റിസർച്ചൊക്കെ എല്ലായ്പ്പോഴും ഇങ്ങനെയാണ്. നമ്മൾ ഈ സ്പേസ് റിസർച്ച് എന്ന് പറയുന്ന കാര്യം കുറച്ചധികം കാലങ്ങൾ മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തുടങ്ങി വെച്ചിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇപ്പോഴും എന്താണ്, ഈ സ്പേസ് എന്ന് പറയുന്ന ഒരു കാര്യം കംപ്ലീറ്റ്ലി അൺഎക്സ്പ്ലോർഡ് ആണെന്ന് പറയാം. കാരണം ഓരോ ദിവസവും എന്തെല്ലാം പുതിയ പുതിയ കാര്യങ്ങളാണ് നമ്മൾ കണ്ടെത്തുന്നത്. പുതിയ പുതിയ ഗ്രഹങ്ങളെ കണ്ടെത്തുന്നു.
സാറ്റലൈറ്റ്സ്, പിന്നെ അവയെ പഠിക്കാനായിട്ട് നമ്മൾ ഒരുപാട് സാറ്റലൈറ്റ്സിനെ വിടുന്നു. സോ ഇതിൻ്റെയൊക്കെ പുറകിൽ എന്തുണ്ട്, ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. സോ എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്, ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അൺടാപ്ഡ് ആണ്, അല്ലെങ്കിൽ അൺഎക്സ്പ്ലോർഡ് ആണ്. പക്ഷേ നമുക്കൊരു ഫൗണ്ടേഷൻ ഉണ്ട്, കുറച്ച് ബേസിക് നോളജ് നമുക്കുണ്ട്, കുറച്ച് കാലങ്ങളായിട്ട് നമ്മളിത് തുടങ്ങി വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ മുകളിൽ എന്തെല്ലാം നമുക്ക് ആഡഡ് ആയിട്ടുള്ള നോളജ് കിട്ടുമെന്നുള്ളതാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. റൈറ്റ്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചന്ദ്രനെ പറ്റി നമ്മൾ 1960-കളിലെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനു മുമ്പ് നമുക്കറിയാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. അതിൽ അമേരിക്കൻ സ്പേസ് ഏജൻസി ആയിട്ടുള്ള നാസ അവിടെ 3 പേരെ കൊണ്ട് ഇറക്കിയിട്ട് പോലുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രനിൽ ജീവൻ നിലനിൽക്കുമോ, അവിടെ ജലാംശമുണ്ടോ, ആർക്കെങ്കിലും അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. സോ ഓൾറെഡി അവിടെ കുറച്ചധികം നമുക്ക് ബേസിക് ഫാക്ട്സ് അറിയാം, വിച്ച് ഈസ് ഓൾറെഡി പ്രൂവൺ. അതിൻ്റെ പുറകിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ എക്സ്ട്രാ നോളജ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ. സോ ഇതെല്ലാം റിസർച്ചാണ്. ഇപ്പം നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇപ്പം നമ്മുടെ കേസ് തന്നെ എടുത്ത് നോക്കിയപ്പോൾ നമ്മൾ ഈ കൊറോണ വൈറസിൻ്റെ ഒരു ഏറ്റവും ഭീകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു വന്നത്. റൈറ്റ്. ഇപ്പം കൊറോണ വൈറസ് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായപ്പം മുതൽ ഇത് വലിയൊരു വെല്ലുവിളിയാണ് എല്ലാവർക്കും. പിന്നെ അവരെങ്ങനെയായിരിക്കും ഇത് കണ്ടെത്തിയിട്ടുണ്ടാവുക? ത്രൂ റിസർച്ചിലൂടെയാണ്. ഇങ്ങനെ ഒരു എപ്പിഡമിക് ബ്രേക്ക് ഔട്ടായി എന്നുള്ള ന്യൂസ് ആദ്യം വരുന്നു. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പേര് മരിച്ചു. അപ്പോൾ അവരുടെ കോമൺ സിംറ്റംസ് എന്തൊക്കെയാണ്? അപ്പോൾ ഇത് ഏത് തരം പാത്തോജൻ ആയിരിക്കും ഇത് പരത്തിയിട്ടുണ്ടാവുക എന്നുള്ള ആ ഒരു ബേസിക് തിങ്കിങ്ങിൽ നിന്നായിരിക്കും ഇന്ന് ഏത് ഫോമിലുള്ള വൈറസാണ് ഈ കോവിഡ് പരത്തുന്നത്, അതിൽ കോവിഡ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒരു സയൻറ്റിഫിക് സൊസൈറ്റി കണ്ടെത്തിയിട്ടുണ്ടാവുക. റൈറ്റ്. സോ ഇതൊക്കെ എന്താണ്, റിസർച്ചാണ്. ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാനുണ്ട്. റൈറ്റ്. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, എന്താണ് റിസർച്ച് എന്ന് പറയുന്നത്? ഒന്നെങ്കിൽ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഒരു ഏരിയനെ പറ്റിയിട്ട് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നു, അതല്ലെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ നമുക്കറിയാം, പക്ഷെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, എക്സിസ്റ്റിംഗ് ഫാക്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ന്യൂ നോളജ് ഡെവലപ്പ് ചെയ്യാനുള്ള ശ്രമം. സിംപ്ലി റിസർച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് സെർച്ച് ഫോർ നോളജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ എപ്പോഴും പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. അക്കോർഡിംഗ് ടു അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ഏൾ റോബർട്ട് ബേബി, research is a systematic inquiry to describe, explain, predict and control the observed phenomenon. Right. ഏതെങ്കിലും ഒരു കാണുന്ന ഒരു പ്രതിഭാസത്തെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നു, വിവരിക്കാൻ ശ്രമിക്കുന്നു, എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു, പ്രെഡിക്റ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. റൈറ്റ്. ഇതിനാണ് റിസർച്ച് എന്ന് പറയുന്നത്. ഇനി ജസ്റ്റ് ഫീച്ചേഴ്സ് എന്താണ് എന്നൊന്ന് ജസ്റ്റ് നോക്കാം. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം റിസർച്ചിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് എന്താ പറയുക,
പുതിയ ന്യൂ നോളജ് ഡിസ്കവർ ചെയ്യാനുള്ളൊരു ഏർജ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. സോ സിംപ്ലി റിസർച്ച് എന്ന് പറഞ്ഞാൽ ഡിസ്കവറി ഓഫ് ന്യൂ നോളജ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നേരത്തെ പറഞ്ഞു സിസ്റ്റമാറ്റിക് പ്രോസസ്സാണ്, അപ്പം സിസ്റ്റമാറ്റിക് ഇൻക്വയറി എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ഇറ്റ് ഈസ് ആൻ എസെൻഷ്യലി ആൻ ഇൻവെസ്റ്റിഗേഷൻ, ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. നോളജ് നേടിയെടുക്കാനുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു പ്രോബ്ലം അതുമായി റിലേറ്റ് ചെയ്തിട്ട് അതിനെപ്പറ്റി പഠിച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള ശ്രമമാണ് എന്ന് വേണമെങ്കിൽ പറയാം. സോ ഡിസ്കവറി ഓഫ് ന്യൂ നോളജ് ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന് പറയാം. പിന്നെ റിസർച്ച് ഈസ് റിലേറ്റഡ് വിത്ത് ദ സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം എന്ന് വേണം പറയാം, അല്ലെങ്കിൽ ഫൈൻഡിങ് എ സൊല്യൂഷൻ ടു എ പ്രോബ്ലം എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ ഇറ്റ് ഈസ് എ ഫാക്ട് ഫൈൻഡിങ് പ്രോസസ്സ്. എന്താണ് ഒരു ഫാക്ട് ഫൈൻഡിങ് പ്രോസസ്സാണ്. എന്താണ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നടക്കുന്നത്, അല്ല എന്താണ് ആ പ്രതിഭാസം എന്നുള്ളതിനെ പറ്റി പഠിക്കാനായിട്ടുള്ളൊരു ശ്രമം. പിന്നെ ഇൻവെസ്റ്റിഗേഷനാണ് എന്ന് പറഞ്ഞു. പിന്നെ സെർച്ചിങ് ഫോർ ന്യൂ നോളജ്, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. പിന്നെ ഇറ്റ് ഡീൽസ് വിത്ത് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഹൈപ്പോത്തസിസിനെ പറ്റി നമ്മൾ വരുന്ന ചാപ്റ്ററിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ബട്ട് എനിവേ, ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ റിസർച്ചിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ these are certain statements the validity of which is not proven. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് അല്ലെങ്കിൽ എ സെറ്റ് ഓഫ് അസംഷൻസ് ആണ്, അതല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ റിസർച്ച് സ്വാഭാവികമായിട്ടും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നത് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷെ അത് ഓൾറെഡി പ്രൂവൺ ആണ്. ബട്ട് പ്രൂവ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ നമ്മൾ അത് ബേസ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ പ്രോസസ്സ് തുടങ്ങുന്നത്, ആ റിസർച്ച് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ബേസിക്കലി ആൻ അസംഷൻ. ആ സമയത്തെ കാര്യമാണ് പറയുന്നത്. നമുക്ക് ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ, അപ്പം നമുക്കതിനുള്ള വ്യക്തമായിട്ടുള്ള റീസൺ നമ്മുടെ കയ്യിലുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ഓൾറെഡി പ്രൂവൺ ആണ്. സോ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് എ ഹൈപ്പോത്തസിസ്. അതിൻ്റെ വാലിഡിറ്റി പ്രൂവൺ അല്ല എന്നുണ്ടെങ്കിൽ, റൈറ്റ്. സോ ദീസ് ആർ സർട്ടൻ അസംഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ഈസ് ഗോയിങ് ടു ബി ടെസ്റ്റഡ് ഇൻ എ റിസർച്ച് എന്നാണ് പറയാം. ജസ്റ്റ് ഇപ്പം അത് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഒബ്ജക്റ്റീവ് ആൻഡ് ലോജിക്കൽ. ഒബ്ജക്റ്റീവ് ആയിരിക്കണം, ലോജിക്കൽ ആയിരിക്കണം. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒട്ടും ബയാസ്ഡ് ആവാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് ഒരു കാര്യത്തെ എല്ലായ്പ്പോഴും എന്ത് ചെയ്യരുത്, മുൻവിധിയോടുകൂടി സമീപിക്കാൻ പാടില്ല. എസ്പെഷ്യലി റിസർച്ചിൻ്റെ കേസിൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും കിട്ടുന്നത് അതിൻ്റെ ഏറ്റവും അവസാനമായിരിക്കും. ആദ്യം തന്നെ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ നമുക്ക് ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യരുത്, ആ റിസർച്ച് പ്രോസസ്സ് എന്ത് ചെയ്ത് പ്രൊസീഡ് ചെയ്യരുത്. ഓക്കെ, ഇംപാർഷ്യൽ ആയിരിക്കണം. പാർഷ്യാലിറ്റി കാണിക്കാനേ പാടില്ല എന്നുള്ളതാണ്. സോ റിസർച്ചർക്ക് എപ്പോഴും വേണ്ട കുറച്ച് ക്വാളിറ്റീസാണ് ഇതൊക്കെ. എപ്പോഴും ഒബ്ജക്റ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് കഴിയണം, അതുപോലെ ലോജിക്കലായിട്ട് ചിന്തിക്കാനായിട്ട് കഴിയണം, റൈറ്റ്. എല്ലാത്തിനും ഒരു റീസൺ വേണം എന്നുള്ളതാണ്.
ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ വൈ എന്ന് ചോദിക്കാനുള്ളൊരു ശ്രമം എല്ലായ്പ്പോഴും ഉണ്ടാവണം. സോ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ആവുന്നത്, അതുപോലെ ലോജിക്കലായിട്ട് ചിന്തിക്കാനായിട്ട് നമുക്ക് കഴിയുന്നു എന്നുള്ളതാണ്. റൈറ്റ്. സോ റിസർച്ച് എപ്പോഴും ഒബ്ജക്റ്റീവ് ആയിരിക്കണം, അതുപോലെ ലോജിക്കലായിരിക്കണം. റൈറ്റ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ റിസർച്ച് എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഒരു ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു വയ്ക്കുക. പിന്നെ ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച്. ഓക്കെ. സോ that's it for today. Thank you.